അസ്സലാമു അലൈക്കും. പൊന്നാരൻ്റെ മാണിക്കക്കല്ലുകളെ, നമ്മളെ വയലിന് പോവാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ പോയിനല്ലോ. അപ്പോൾ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിരിക്കണ്ടാ. സ്കെർച്ചിൻ്റെ ദിവസം നമ്മൾ ഇറങ്ങിയത്. ഒരു കൂട്ടർ അവിടെ മുന്നിൽ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ബാക്കിലാണ്. പിന്നെ പുതിയാപ്പിളയും കുട്ടിയും വണ്ടിമേ വരാമെന്ന് പറഞ്ഞു. പണ്ടൊക്കെ നമ്മളമ്മമാരെപ്പൊക്കെ നമ്മളിങ്ങനെ വയലിന് പോകണത് ഇങ്ങനെ ഓർമ്മ വരട്ടെ. നമുക്ക് വലിയ രസമാണ് അന്നത്തെ വയലായി. അതുമല്ല, അന്നൊക്കെ നമ്മൾ പണ്ട് വയലിന് പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മളമ്മമാൻ്റെ മടിയൊക്കെ കണ്ട് ഉറങ്ങും. അങ്ങനെ ഇക്കാരം നല്ല രസമാണ്. അതുമല്ല, പോകുമ്പോൾ അച്ചാറും മുട്ടായും കൽത്തപ്പും അങ്ങനെ കുറേ കജ്ജി പിടിച്ചും ചെയ്യും കേട്ടോ. ഇങ്ങനെ തിന്നാൻ ഉറക്കരാതെക്കാൻ. ഡിസംബർ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു മഞ്ഞ് ഇപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. കുറഞ്ഞൊരു തണുപ്പ് ഇങ്ങനെ ഉണ്ട്. കുട്ടികൾക്കുള്ള സമ്മാനം കൊടുക്കലുമുണ്ട്. മദ്രസന്ന് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികൾക്കുള്ളതും പിന്നെ SLC കുട്ടികൾക്കുള്ള സമ്മാനം കൊടുക്കലും അതും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതുമല്ല, അബ്ദുസമദ് പൂക്കോട്ടൂർ വരുന്നുണ്ടെന്നും പറഞ്ഞു. വലിയ പ്രാസംഗികനാണല്ലോ. അല്ലെങ്കിലും വലിയ രസമാണല്ലോ ഈ വയലിൽ ഇങ്ങനെ കേട്ടിരിക്കാൻ. ഇപ്പോഴൊക്കെ എല്ലാവരും എന്ന് വെച്ചാലേ ഈ എന്താ പറയുക, നമുക്ക് ഈ മൊബൈലിലാണല്ലോ വയൽ, യൂട്യൂബിലും അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നേരിട്ടാണല്ലോ വയൽ കേട്ടിരുന്നത്. അത് വലിയൊരു രസമേനോ, കേൾക്കാനും വലിയൊരു സുഖേനോ, നല്ലൊരു മട്ടേനത്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആകാശത്തുണ്ടല്ലോ നല്ലൊരു അമ്പിളി, നല്ലോണം ഇങ്ങോട്ട് വലുതായി കാണുന്നുണ്ട് കേട്ടോ. 14 രാവ്. നമ്മളിപ്പോൾ എത്ര ഒന്നാണ്ട് ഫോണിൽ വയലായിട്ടാലും നമ്മളിപ്പോൾ നേരിട്ട് ആ ദുആയിലൊക്കെ ഒന്ന് പങ്കെടുക്കാറുമ്പോഴേ വല്ലാത്തൊരു റാഹത്താണല്ലോ. ആ ദുആ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ ആയാലും നേരിട്ടുള്ള അത് വേറൊരു മട്ടാണ്. ഓലിങ്ങനെ ഉണ്ട് തുറക്കുമ്പോഴേ നമ്മളിങ്ങോട്ട് ആകാശത്ത് കയ്യുയർത്തിക്കാണ്ട് ആമീന്നുണ്ട് പറയുമ്പോൾ നമുക്ക് മനസ്സൊക്കെ സമാധാനമാണല്ലോ. മൂത്തച്ഛൻ്റെ കുട്ടി വരാണ്ട്, അപ്പോൾ അതിനൊന്ന് കാത്തിക്കണേ. ഞാൻ കുട്ടികൾ മുന്നിൽ നടന്നും ചെയ്തിക്കണം. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ പൂക്കോട്ടൂരിൻ്റെ വയലൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ, പറ്റുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വർത്താനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാ വിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മൾ നല്ല അരുവക്ക് നിൽക്കട്ടെ. ഇവിടെ ഇരുട്ടണേ, ആരുമില്ല, നിൽക്കാനൊന്നും പറ്റില്ല, കണ്ടില്ലേ. പിന്നെ നമ്മളെ നാട്ടിലത്തമാർ അങ്ങനെ നിറച്ച് പേരുള്ള സ്ഥലമല്ലല്ലോ. ഇവിടെയൊക്കെ കാടാണ്. പണ്ടൊക്കെ നോമ്പിനെയല്ലേ വയലുണ്ടായിൻ്റെ. അന്നൊക്കെ തറാവിക്ക് ശേഷം പിന്നെ എല്ലാവരും ഉണ്ട് മുത്തായും കഴിഞ്ഞാണ്ട് പോവും വയലിന്. പിന്നെ 3-3:30 ആവോളം വയൽ തന്നെ ഇക്കാരം. പിന്നെ വന്നുകാണ്ട് അത്തായം വേയിച്ചുകാണ്ട് നിസ്കാരം കഴിഞ്ഞ ഒറ്റയൊക്കെ എടുത്തേക്കാരം. അന്ന് ദ്വാസമ്മേളനൊക്കെ ഉണ്ടാവും 27 രാവിനൊക്കെ. നല്ല രസമായിട്ട് ആ കാലൊക്കെ ഇനി ഉണ്ടാവുമെന്നാവും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒക്കെ ഓൺലൈനായില്ലേ. എനിക്കങ്ങനെ ഇരുട്ടത്ത് വയലിന് മുമ്പ് എന്തെനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ എനിക്ക് ഉമ്മാനെ ഓർമ്മ തന്നെ. ഉമ്മാൻ്റെ ഒപ്പം അങ്ങനെ ഉമ്മാരും മൂത്തന്മാരും ഒക്കെ പാടങ്ങനെ പോട്ടാ. പിന്നെ അതിൻ്റെ മുമ്പത്തെ കാലത്ത് കുറച്ച് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അന്നൊക്കെ മൂത്തന്മാരുടെ അടുത്തൊക്കെ ഒരു സൈസ് ഓലക്കൊടി ചൂട്ടൊക്കെ ഇട്ടിന് വയലിന് വേണ്ടി പണ്ടെല്ലാവരും. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പോകും ഓലക്കൊടി ചൂട്ടിയിട്ട്. അത് അന്ന് ടോർച്ചൊക്കെ ഇല്ലാത്ത കാലത്തിട്ടാ. ടോർച്ച് ഉണ്ടായാലും ഓലക്കൊടി ചൂട്ട് പിടിച്ചോണൊരു പൂതിയാണ്. എന്നിട്ട് ഇങ്ങനെ വീസിക്കാണ്ട് ഇങ്ങോട്ട് നല്ല രസമാണ് ആ തീപ്പൊരി ഇങ്ങനെ പറന്ന് കാണാൻ. അങ്ങനെയാണ് അന്നൊക്കെ വയലിന് പോയിൻ്റെത്. നല്ല രസമാണ്. ആ കാലമൊന്നും ഇപ്പം ഇല്ല, കാണാൻ കഴിയൂല. ഇപ്പം എല്ലാം ഇലക്ട്രോണിക് യുഗമായില്ലേ. ഈ കുട്ടീനെ ഇവിടെ കാണാനില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ കാത്തുനിന്ന് മടുത്തു. ഒപ്പമുള്ളവരാണെങ്കിൽ പോവുകയും ചെയ്തു. നേരെ ഇരുട്ടും. ഒന്നാണ്ട് വിളിച്ചു നോക്കട്ടെ. അപ്പം എൻ്റെ മൂത്തച്ഛൻ്റെ കുട്ടി വന്നിക്കണം കേട്ടോ. ഓളെ കാത്തുക്കീന് ഞാൻ ഇവിടെ. ഓള് ചിത്രയിലടി 6ാം ക്ലാസ് പഠിച്ച കുട്ടി. പിന്നെ മറ്റോല് മുന്നിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഓളില്ല വിചാരിച്ചിട്ട് വിളിച്ചിട്ടില്ല. ഏതായാലും മക്കളെ അങ്ങാടിക്ക് ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് ഞാൻ വയൽ കേൾപ്പിച്ചാൻ പറ്റുകയാണെങ്കിൽ കേൾപ്പിച്ച. അവിടെ കിരിച്ചല്ലേ, ഇവിടെ പീടിയ ഒരു വെളിച്ചുണ്ടല്ലേ. അപ്പം ഇതാണ് മദ്രസക്കുള്ള റോഡ്. ഇതിലാണ്ട് പോയിട്ട് വേണം വയലിങ്ങൾക്ക് എത്താൻ. മദ്രസയിലാണ് വയലേ. ഇവിടുത്തെ മദ്രസയിൽ വെച്ചാലേ രാത്രി 4-ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ. അപ്പോൾ 4ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അന്തിക്കാണ് ഇവിടുത്തെ മദ്രസ്. പിന്നെ
8, 9, 10 സുബീക്കാണ്. 6 മണിക്ക് തുടങ്ങും. പിന്നെ 1-ാം ക്ലാസ്സും 2, 3 രാവിലെ ഒരു 7-ക്കും തുടങ്ങും. ഇവിടുത്തെ മദ്രസ് സഫമോള് ബാവാനും വരും, ഉപ്പച്ചിനും വരും. നല്ല ചുരുക്കുള്ള പേര ബൈക്കിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഹോം ടൂറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പുതിയാപ്പിളയുടെ ചങ്ങായിമാരെ വരെ. അവിടെ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് വയല് ആദ്യം സമ്മാനം കൊടുക്കലേക്കാരം, പിന്നെ ഈ കാരം വേണമെങ്കിൽ. അപ്പോൾ അതാണ് മദ്രസ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് അംഗനവാടി. അപ്പം നമ്മൾ ഒരു കുട്ടിക്കുള്ള സമ്മാനം എന്താ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അൻഷിഫ വി, മുഹമ്മദ് ബഹീജ് വിളിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി വേദിയുമായി നൽകുന്നതിന് വേണ്ടി ഷറഫുൽ വേദിയിലേക്ക്. സാബിത്ത് വി, മിൻഹ എൻ കെ, അലിഹ, അൻഷില, റയാൻ ഇ, അൻഷില ബി, നജ ഫാത്തിമ ഇ, ഫാത്തിമ ഷിഫ കെ, അനസ് എൻ കെ, ഫഹ്മ ഷെരീൻ ഇ. അടുത്തത് റേഞ്ച് കലാമത്സരത്തിലെ വിജയികളാണ്. എത്രയും പെട്ടെന്ന് പേരിരിക്കുന്നവര് വേദിയുമായി വരേണ്ടതാണ്, വേദിയിലേക്ക് വരേണ്ടതാണ്. സിനാൻ ബി, അദ്നാൻ ഇ, റിൻഷാദ് ബി. മദ്രസയിൽ വിടുന്ന രക്ഷിതാക്കൾ കുട്ടികളെ മദ്രസയിൽ വിടുകയും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലത്തെ സ്കൂളുകളിൽ ചേർക്കുന്ന നമ്മുടെ ആളുകൾ പോലും അവരുടെ ആ കുട്ടികളുടെ മദ്രസ പഠനം എങ്ങനെയാണെന്ന് ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ മദ്രസയിൽ നിന്നും ഉന്നതി നേടിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇങ്ങനെയൊരു അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. അദ്ദേഹം വന്നാൽ നമുക്ക് അദ്ദേഹത്തിന്റെ വിജ്ഞാനപ്രദമായ ക്ലാസ് നമുക്ക് കേൾക്കാനും സാധിക്കും. മുസ്ലിം ലീഗിനെ കുറിച്ചും സമസ്തയെ കുറിച്ചും ആധികാരികമായി തന്നെ പറയുന്ന ബഹുമാന്യ വ്യക്തിത്വം കൂടിയാണ് സമദ് സാഹിബ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ കൂടലും ഒരുമിച്ച് വിചാരലും എല്ലാം നാളെ സർവ്വ ഒരു സ്വാലിഹായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നടന്നു. അസ്സലാമു അലൈക്കും, അഭിവാദ്യങ്ങൾ. ഓക്സിജൻ കോൺസെൻട്രേറ്റ് നമ്മൾ കൈമാറുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷെഫീഖ് എൻ കെ, കൺവീനർ ഷെഫീഖ് എൻ കെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി സംഘത്തിൽ പ്രോത്സാഹിപ്പിച്ചു. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനിയായ സമദ് സാഹിബ് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യണം. ഏതൊരു സമൂഹത്തിലും വിജയിക്കാൻ ചില മാർഗരേഖകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ ചില നാളുവഴികൾ, ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഏതാണ് 5 കാര്യങ്ങൾ ചരിത്രത്തിൽ കൃത്യമായി പറയുന്നത്? സ്വഹാബത്ത് അത് അവലംബിച്ചതായി ഇസ്ലാമിന്റെ താരീഖിൽ കാണുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു രാഷ്ട്രീയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അതാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ വേദി സംഘടിപ്പിച്ചിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ കാണുന്ന പല രാഷ്ട്രീയ പാർട്ടികളെ പോലത്തെ ഒരു പാർട്ടിയല്ല. ഈ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ കൾച്ചർ മുറുകെ പിടിച്ചുകൊണ്ട്
എല്ലാ ജാതി മതസ്ഥരോടും നല്ല നിലക്ക് പ്രവർത്തിച്ചു. അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ആരൊക്കെ പിന്നോക്ക വർഗത്തിലുണ്ടോ അവർക്കൊക്കെ സഹായം ചെയ്യുക എന്ന ഒരു നല്ല കാഴ്ചപ്പാടുള്ള ഒരു സംവിധാനമാണ് മുസ്ലിം രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയത്തിൽ തീർച്ചയായും ഈ ഒരു ചർച്ചയ്ക്ക് പ്രധാനതയുണ്ട്. 5 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേത് ലുസൂമുൽ ജമാഅ, സംഘശക്തി മുറുകെ പിടിക്കുക. ഒന്നാമത്തെ കാര്യമാണ് സംഘശക്തി മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എന്ത് വില കൊടുത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഒരു കാരണവശാലും മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നമ്മൾ എങ്ങനെ വന്നാലും ശരി ഇന്ന് ഭിന്നിക്കുകയാണ് പലപ്പോഴും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം എന്താ? നമ്മളെ ഭിന്നിപ്പിക്കുന്നതിന് ശത്രു വിജയിക്കുകയാണ്. നമ്മളിങ്ങനെ തമ്മിലടിച്ച് 100 അഭിപ്രായം പറയുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളൊക്കെ പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളാകുന്ന വിഷ്വൽ മീഡിയയിലൂടെയും ഒക്കെ പഠിക്കുന്നവരും കാണുന്നവരും കേൾക്കുന്നവരുമാണ്. നമ്മുടെ കേരള നിയമസഭ ഒരു ഉദാഹരണം. നിയമസഭയിൽ എന്തെങ്കിലും ഒരു ചർച്ച വരുന്നു, ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയാണ് വരുന്നതെങ്കിൽ അവരുടെ മതപരമായ ഒരു കാര്യം എന്ന രീതിയിൽ എല്ലാവരും ഒരേ അഭിപ്രായം മാത്രമേ പറയൂ. അത് പ്രതിപക്ഷത്താണെങ്കിലും ശരി, ഭരണപക്ഷത്താണെങ്കിലും ശരി, എല്ലാവർക്കും ഒരഭിപ്രായം ഉണ്ടാവും. അവിടെ അവർ രാഷ്ട്രീയം പോലും മറക്കും. അവരെ മതത്തിന്റെ വിഷയം വരുമ്പോൾ അവരങ്ങനെ തന്നെയാണ് വരുന്നത്. നായർ സമുദായത്തിന്റെ ഒരു ചർച്ച നിയമസഭയിൽ വന്നാൽ എല്ലാ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഒരേ അഭിപ്രായം പറയുള്ളൂ. അത് പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ എന്നൊന്നും നോട്ടില്ല. ഈഴവ സമുദായത്തിന്റെ പ്രശ്നം വരുമ്പോൾ SNDPയുടെ കാഴ്ചപ്പാട് എന്താണ്? അതാണ് അവർ പറയാ. ആ ചർച്ചയൊക്കെ കേരള നിയമസഭയിൽ വരുമ്പോ അല്ലെങ്കിൽ പത്രത്തിൽ അഭിപ്രായം വരുമ്പോ ഒരു അഭിപ്രായ വ്യത്യാസവും അവർ തമ്മിലുണ്ടാവില്ല. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഒരേ അഭിപ്രായം. ഇപ്പൊ അടുത്ത ബിഷപ്പിന്റെ ഒരു പ്രഖ്യാപനം വന്നപ്പോഴും അവരെല്ലാവരും ഒന്നിച്ചാണ്, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും. നേരെ മറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഒരു വിഷയം വരുമ്പോ, ഉദാഹരണം പള്ളി തുറക്കുന്ന വിഷയം, ഒരാൾ പറയും തുറക്കണ്ടെന്ന് പറഞ്ഞ ഒരാൾ തുറക്കണം, നമ്മൾ തുറന്നല്ലോ. ഇതൊരു സത്യമല്ലേ? നിങ്ങൾ പരിശോധിച്ചു. വഖഫ് ബോർഡിന്റെ നിയമനം വരുമ്പോ ഒരു മുസ്ലിം പറയുമ്പോൾ അത് വിടണം PSCക്ക്, മറ്റേ ആൾ പറയും വിടണ്ടെന്ന് പറയും. നമ്മളാ പറയുന്നത് നമ്മളെ തർക്കിക്കുക. ഈ തർക്കങ്ങളൊക്കെ നമ്മളെ തർക്കിപ്പിക്കാൻ കുറച്ച് ആളുകളിവിടെ ഉണ്ട്. ആ ചതിക്കുള്ളിൽ ശരിക്കും പോയിട്ട് നമ്മൾ വീഴും ചെയ്യും. അങ്ങനെ നമ്മളിങ്ങനെ തർക്കിക്കാർക്ക് വേണ്ടി എന്ത് പ്രയോജനം അതുകൊണ്ടുള്ളത്? അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ ഒന്നാമത്തെ അജണ്ട ലുസൂമുൽ ജമാഅ, സമുദായത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്? അന്യമതസ്ഥ സ്ത്രീ വിവാഹം കഴിക്കാൻ 10 കൊടുക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൊക്കെ നമ്മളെ ചെയ്യുന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത് നമ്മളാണ്. ഇവിടെ വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് കൊടുക്കണമെന്ന് ഒരു RSSകാരനും പറഞ്ഞിട്ടില്ല, BJPക്കാരനും പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ പറഞ്ഞു. അപ്പൊ നമ്മളെ തമ്മിൽ തന്നെയാണ് ലോകത്തെ മുസ്ലിങ്ങളുടെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം. അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത് ലുസൂമുൽ ജമാഅത്താണ് വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് വില കൊടുത്തും ഒന്നിച്ചു നിൽക്കണം. രണ്ടാമത്തേത് ഇത്തിബാഉ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച മാർഗം ശരിക്കും മുറുകെ പിടിക്കുക. സുന്നത്ത് മുറുകെ പിടിക്കാൻ നമുക്ക് എല്ലാത്തിനും ഒരു മാർഗമുണ്ട്. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം. കുട്ടികൾ വസ്ത്രം ധരിക്കുമ്പോ, മുടി വെട്ടുമ്പോ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ, നടക്കുമ്പോ, ഇരിക്കുമ്പോ എല്ലാത്തിനും ഇസ്ലാമിന്റെ ഒരു ചര്യയുണ്ട്. നമ്മുടെ കുട്ടികളെ മുസ്ലിമാന്നുള്ള പേരും വെച്ച് ഇങ്ങനെ കൂർപ്പിച്ച് മുടി വെട്ടി ജൂതന്മാരെ പോലെ തലമുടി ആക്കി തീർക്കാൻ പാടില്ല. അത് നമ്മളതല്ല. നമ്മുടെ കുട്ടികൾ പാൻസ് ധരിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ ആരാൻ എന്തെങ്കിലും എവിടെയെങ്കിലും പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായി കാണിച്ചു തന്നതിന്റെ പിന്നാലെ പോകണ്ട. നമുക്കൊരു നല്ല മാർഗമുണ്ട്. നമ്മുടെ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നമുക്കൊരു പാടുണ്ട്. ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇസ്ലാമിന്റെ സംസ്കാരം ശരിക്കും മുറുകെ പിടിക്കാതെ എവിടെയും പിടിക്കാൻ. ആരുടെ മുമ്പിലും മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇസ്ലാമിനെ ശരിക്കും ഉയർത്തിപ്പിടിച്ചാൽ മൗലാന മുഹമ്മദ് അലി ലണ്ടൻ പാർലമെന്റിൽ അവിടെ ചെന്നിട്ട് അദ്ദേഹം നിസ്കാരത്തിന്റെ സമയമായപ്പോൾ മുണ്ടുപിരിച്ച് നിസ്കരിച്ചു എന്നതിന്റെ ചരിത്രത്തിൽ ആരും ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ശരിയായ മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള മുസ്ലിങ്ങൾക്ക് പോലും നമ്മളെ കുറിച്ച് വലിയ മതിപ്പാണ്ടാകുക. അപ്പൊ ദീന വിട്ട് കളിക്കേണ്ടി നമുക്ക്
മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടും എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, കുറച്ച് പച്ചത്തുണി എടുത്ത് ഗിൽറ്റ് പേപ്പർ മുഖത്ത് വാരി തേച്ച് പച്ച തേച്ച് പ്രകടനം നടത്തിയാലൊന്നും ലീഗ് ഉണ്ടാവില്ല. ലീഗ് ഉണ്ടാവണമെങ്കിൽ കൃത്യമായി നിസ്കരിച്ച് ഇസ്ലാമിന്റെ ചര്യ കൊണ്ടു നടന്ന് പടച്ച റബ്ബിന്റെ തൗഫീഖിന് വരക്കണം. നിങ്ങൾ ശരിക്കും കൃത്യമായിട്ട് സുബഹിക്ക് അല്ലാഹ് ആകാതെ നിസ്കരിച്ചു, എന്നിട്ടൊരു ലേശം ഖുർആൻ ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്ക്. എന്റെ ശബ്ദം കേൾക്കുന്ന അമ്മമാരുണ്ടല്ലോ പറഞ്ഞു, നിങ്ങളെ കുട്ടികളെ രാവിലെ സുബഹിക്ക് നിസ്കരിപ്പിച്ചിട്ട് അല്ലാഹ് ആകാതെ സുബഹി നിസ്കരിച്ച് അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു പേജെങ്കിലും ദിവസം ഓതിപ്പിച്ചിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്. ഈ രണ്ട് കാര്യം ചെയ്യാതെ ഒരു മനുഷ്യന്റെ നേരം വെളുക്കാൻ പാടില്ല. സൂര്യൻ ഉദിക്കും മുമ്പ് ഈ 2 പണിയും ചെയ്തോണം. ഇന്ന ഖുർആനിൽ ഫജ്രി കാന മശ്ഹൂദ. എന്നാ കുട്ടിയുടെ മനസ്സ് നന്നാവുന്ന കുട്ടി പറഞ്ഞാൽ കേൾക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറയേണ്ടിയിട്ടില്ല. കുട്ടി ശരിക്കും പറഞ്ഞാൽ കേൾക്കും. മനസ്സെന്നാൽ ഖുർആൻ ഓതുന്നത് അള്ളാന്റെ അനുഗ്രഹം കുട്ടിക്ക് ഉണ്ടാവാനെ രാവിലെ തന്നെ സുബഹി നിസ്കരിക്കുന്നത്. സുബഹിക്ക് അല്ലാഹ് ആകാതെ നിസ്കരിച്ചാൽ ബാക്കിയൊക്കെ പിന്നെ നിസ്കരിച്ചോ. നിങ്ങളെ കുട്ടിയെ ഇന്ന് മുതൽ ചിന്തിച്ചോ, സുബഹിക്ക് അല്ലാഹ് ആകാതെ നിസ്കരിച്ച് മര്യാദക്ക് ലേശം ഖുർആൻ ദിവസം ഓതിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചാൽ പറഞ്ഞാൽ ആ കുട്ടി അവൻ മനസ്സിലാവില്ല. എനിക്ക് ഉറപ്പുണ്ടോ? ദൈവ നിഷേധത്തിലേക്ക് അവരെ പഠിച്ചാൽ കൊണ്ടുപോകില്ല. ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക കൾച്ചർ കൊടുക്കണം. ഇസ്ലാമിക കൾച്ചർ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അതിന് രാവിലെ സുബഹി നിസ്കരിക്കണം, പിന്നെ ഖുർആൻ ഓതാൻ 2 പണി ആദ്യം ചെയ്യണം. അവിടെ ഉമ്മാനെയും ബാപ്പാനെയും കുട്ടിക്ക് വരണ്ടാവും. ആ മനസ്സ് കുട്ടിക്കില്ലെങ്കിൽ ബാപ്പിയും നിന്നവൻ ആരുമല്ല. ഭൗതിക പ്രതിശാസ്ത്രത്തിൽ ബാപ്പ അമ്മ അങ്ങനെയൊന്നുമില്ല. അവനാന്റെ കാര്യം അവനാന്റെ വിജയം അത് മാത്രമേ. അപ്പൊ ഒന്നാമതായി സംഘബോധമാണ്, രണ്ടാമത് ഇസ്ലാമിക സ്വഭാവമാണ്. അപ്പൊ നമ്മുടെ കൂടുതൽ കുറച്ച് അമുസ്ലിങ്ങൾ ഉണ്ടാവുമല്ലോ, പാർട്ടിയിൽ ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? അവരവരെ മതമനുസരിച്ച് ജീവിച്ചോട്ടെ, നമ്മുടെ എതിരല്ലല്ലോ. അവരവരെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ എതിരല്ല. അവർ വിശ്വാസിയാണ്. ദൈവത്തെ നിഷേധിക്കുമ്പോൾ പ്രശ്നം വരുന്നത്. രണ്ടാമത്തേതാണെങ്കിൽ മൂന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ തന്നെ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു വരും, ഖിറാഅത്തുൽ ഖുർആൻ എന്ന ഖുർആൻ ഓതുക. മുസ്ലിമീങ്ങളാണോ നമ്മളൊക്കെ? എല്ലാവരും എന്നും രാവിലെ ഒരു ലേശം ഖുർആൻ ഓതിയിട്ടേ വീട്ടിൽ നടക്കാൻ പാടും. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുന്നതോടുകൂടി മനസ്സിനെ നന്നാവും, അപ്പൊ പെരുമാറ്റം നന്നാവും. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒരാൾ കേൾക്കും, നമ്മൾക്കൊരു വില ഉണ്ടാവും. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാവണമെങ്കിൽ ഖുർആനുമായി ബന്ധമാണ്. ഒരു ഹർഫ് നിങ്ങൾക്ക് അർത്ഥം തരില്ലെങ്കിലും വെറുതെ ഓതിയാൽ മതി. ഖുർആൻ ഒരു പേജെങ്കിലും മതി. എന്റെ മുമ്പിൽ ഈ സദസ്സിരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയണം, നമ്മുടെ വിജയത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ഇന്ന് മുതൽ, ഞാൻ ഓതുന്നവരുണ്ടാവും, അവർ ഓതിക്കോട്ടെ, അൽഹംദുലില്ലാ. ഓതാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത്, ആകെ 5 മിനിറ്റ് വേണ്ട, 24 മണിക്കൂറുണ്ട്. രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ആ ഒരു സ്വഭാവങ്ങൾ ആർജിച്ചു നോക്ക്, മാറ്റം വരും. നിങ്ങളെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും, നിങ്ങളെ ഈമാന്റെ മാറ്റം വരും. നിങ്ങളെ മുഖത്ത് ഈമാന്റെ തെളിച്ചണ്ടോ? ചെറിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വെറുതെ പരിശോധിച്ചു, ഒരു 6 മാസം തുടർച്ചയായിട്ട് ഓതട്ടെ, പിന്നെ ഓത്ത് നിർത്താൻ കൊണ്ട് കഴിയൂല. അതാണ് ഖിറാഅത്തുൽ ഖുർആൻ. നാലാമത്തത് ഇമാറത്തുൽ മസ്ജിദ്. ഇമാറത്തുൽ മസ്ജിദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പള്ളി പരിപാലനം. നമ്മുടെ ഉദ്ദേശിക്കുന്ന അതല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല. ഖിറാഅത്തുൽ ഖുർആൻ എന്ന ഉദ്ദേശം ഖുർആൻ മുതല ഉദ്ദേശിക്കുന്ന അതല്ല, മനസ്സ് നന്നാക്കല. എന്ന പോലെ തന്നെ മനസ്സ് നന്നാക്കാൻ ഖുർആൻ ഓതണം. ഇമാറത്തുൽ മസ്ജിദ് എന്ന പള്ളി പരിപാലിക്കാനും, പള്ളി പെയിന്റ് അടിക്കലും, പള്ളിക്കൽ ഒരു ഉസ്താദിനെ നിയമിക്കലും, മത്സ്യത്തെ പിരിക്കലും, ശമ്പളം കൊടുക്കലും അല്ല. അത് വേണമെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ കമ്മിറ്റി വേണ്ട. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ, ഈ പള്ളി ഇതൊരു പള്ളിയാണെങ്കിൽ ഇതിനൊരു മഹലുണ്ടാവും. ഒരു പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിക്ക് ഒരു മഹലുണ്ടാവും. ആ മഹലില് 200, 300, 400, 500 വീട്ടുകാരുണ്ടാവും. ഈ വീട്ടുകാരെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഭാരവാഹികൾ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംവിധാനമുള്ളതാണ്. എങ്ങനെ? നമ്മുടെ മഹലിലെ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയണം. നമ്മുടെ മഹലിലെ ഒരു പെൺകുട്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അറിയണം. നമ്മുടെ മഹലിൽ ഒരാള് ഭയങ്കര രോഗിയായി കിടക്കാൻ ചികിത്സിക്കാൻ പൈസ ഇല്ല, നമ്മളത് അറിയണം. എന്ന് പറഞ്ഞാൽ അയാളെ രക്ഷിക്കാൻ ആവശ്യമായ കാര്യം നമ്മൾ എല്ലാവരും കൂടി ചെയ്യണം. അല്ലാതെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഖതീബിനെ കൊണ്ട് നിസ്കരിക്കണം, കണ്ടുപിടിക്കരുതെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളത് അങ്ങോട്ട് ചെയ്തു കൊടുക്കും. കൽപ്പിക്കാൻ മാത്രം പോലെ ചെയ്തു കൊടുക്കാൻ പോകും. സാമൂഹ്യ സേവനം എന്ന് പറയുന്ന സംഗതി അങ്ങനെ അത് ചെയ്യുമ്പോഴേ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കണം.
അപ്പൊ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തണം. അത് നടത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ നോക്കണം, അപ്പോഴേ കഴിയുള്ളൂ. അതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അല്ലെങ്കിൽ അത് കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം 6 മാസം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ വീട്ടിലാണ് പോകേണ്ടത്. കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെ പോകേണ്ടതാണ്. എന്റെ അമ്മ കണ്ടുപിടിക്കുന്നതേ ശരിയാ. കണ്ടുപിടിക്കും, പള്ളിക്ക് വരില്ല, ജുമയ്ക്കും വരില്ല, ഒന്നും ചെയ്യില്ല. എന്താ സംഭവം? രോഗിയായത് എങ്ങനെയാ? ഇയാൾ നല്ലൊരു മരം വെട്ടുകാരനാണ്. ഒരു മരത്തിലെ സംഭവം ഞാൻ നിങ്ങളുടെ ഉസ്താദിന്റെ അനുഭവം ഞാൻ പഠിച്ചതോട് പറയാം. മരം വെട്ടുകാരനാണ്, നല്ല വെട്ടുകാരനാണ്. അയാൾ വേണ മകനുണ്ട്, രണ്ടാളും നല്ല വെട്ടുകാരൻ. മരം നന്നായി വെട്ടിയിറക്കി നല്ല കൂലി കിട്ടും. ഇയാളാണെങ്കിൽ നല്ലോണം കുടിക്കും, മകനും കുടിക്കും, രണ്ടാളും പഠിച്ചു. പള്ളിക്ക് വരില്ല, ജുമയ്ക്കും വരില്ല, ഒരു കാര്യമില്ല. അങ്ങനെ ഇയാൾ ഒരു ദിവസം ഈ മരം വെട്ടുന്ന സമയത്ത് മരത്തിൽ നിന്ന് കയറ് പൊട്ടി പോകുന്നു. വീട്ടിൽ നട്ടല പൊട്ടിയത് നല്ല വീഴ്ച. നട്ടല് പൊട്ടി ഇങ്ങനെ കിടക്കുള്ളൂ. ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുള്ളൂ. കണ്ണോട് ഇങ്ങനെ ആക്കാൻ പറ്റില്ല, തല പോലെ ആക്കാൻ പറ്റില്ല. ആ ജാതി ഭയങ്കര അപകടം. നട്ടല് പൊട്ടിയാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. ആ വീട്ടിലാണ് പോകേണ്ടത്. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞ പോകേണ്ട മഹാകള്ളുടെയാണ്, പള്ളിക്കൂടി വരില്ല. പുസ്തകം ചോദിച്ചു, അങ്ങനെ വീട്ടിൽ വരിസംഖ്യ ഉണ്ടോ ചോദിച്ചു. ആ വരിസംഖ്യ തരുന്നുണ്ട്. നമുക്ക് പിന്നെ വരിസംഖ്യ എന്താ പിന്നെ കണ്ടുപിടിച്ചാലും പ്രശ്നമില്ല. വരിസംഖ്യ കമ്മിറ്റി കിട്ടിയാൽ പിന്നെ കണ്ടുപിടിച്ച് ചോദിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉസ്താദ് പറഞ്ഞു എന്തായാലും പോകണമെന്ന് വാശി ചെയ്യാം. പോയി ഇയാളുടെ അത്യാവശ്യം ഭൗതിക വിദ്യാഭ്യാസമുള്ള കൗൺസിലിംഗ് പഠിച്ച നല്ലതാണ്. എന്റെ സുഹൃത്ത് എനിക്കറിയാം. ആളെ പറയാതിരിക്കുകയാണ്, സ്ഥലം പറയാതിരിക്കുകയാണ്, മോശമല്ലേ. അങ്ങനെ ചെന്ന് ആ വീട്ടിൽ കയറി അയാൾ രോഗി ഇങ്ങനെ കിടക്കുക. ഇയാളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഉസ്താദാണ് വരുന്നത്. അല്ല മനസ്സിലൊരു സന്തോഷം നോക്കണല്ലോ. സാധാരണക്കാരനല്ല, പള്ളിയിൽ ഉസ്താദ് നാട്ടിലൊരു വരുന്നുണ്ട്. അതിന് എന്ത് പറഞ്ഞ കാര്യമില്ല. കൂടുതൽ അവിടുത്തെ കാര്യപ്പെട്ട കമ്മിറ്റിക്കാരെ വരുന്നത് ഭയങ്കര സന്തോഷിക്കാണ്. ഇയാൾ കണ്ണുകളാണ്. എല്ലാവരും കള്ളുകൂടിയ തന്നെ ബേസിൽ തന്നെ ഒരാളുടെ പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരോട് വരുന്നത്. ഇയാളെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണ് നിറഞ്ഞിട്ട് ഇയാൾ കണ്ണിന് വെള്ളം കുടിച്ച് സംസാരിക്കാനൊക്കെ കഴിയുന്നല്ലാതെ അനങ്ങാൻ കഴിയില്ല. അത് വിതുമ്പിപ്പോയി. ഉസ്താദ് അവിടെ ഇരുന്നു. ഉസ്താദ് അയാളോട് പറഞ്ഞ വാക്ക് നോക്കണം. അയാൾ കണ്ടുപിടിയനാണ്. അയാൾ ഇതേ പള്ളിക്ക് വന്നിട്ടില്ല, അയാൾ ജുമയ്ക്കും വല്ല ഒന്നും ഇയാൾ പറഞ്ഞില്ല. ഈ ഉസ്താദ് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, രോഗിയെ കിടക്കുന്ന മനുഷ്യനാണോ, തടി ഇറക്കാൻ വയ്യല്ലോ. ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കാണാൻ വന്നതാണ്. രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ രോഗത്തിൽ പടച്ചിറപ്പിനോട് ദ്വാരന്നാൽ ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. അതാണ് റസൂൽ പറഞ്ഞത്, രോഗിയുടെ ദ്വാരം ഉത്തരണ്ട്. ഇവിടെ നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി ദ്വാരക്കണം എന്നാണ്. ഒരു കരുണയോടാണ് ഈ പറഞ്ഞത്. അവരുടെ മനസ്സിലെന്തൊരു മാറ്റം ഉണ്ടാവും. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊരു പേടി പേടിക്കണ്ട, നിങ്ങൾ ശരിക്കും പടച്ചവരോട് ദ്വാരന്നാൽ നിങ്ങൾക്ക് അള്ളാഹു ഫൈർ തരും. എന്നിട്ട് ഇയാളോട് ദ്വാരം ഉസ്താദ് ദ്വാരം ഇയാൾക്കും വേണ്ടി മലയാളത്തിലെ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ലവർക്ക് ദ്വാരം രോഗം മാറാനും പറ്റും. അങ്ങനെ നല്ല നിലയ്ക്ക് കഞ്ഞി കൊടുത്ത് മുസാഫയത്തിൽ ചെയ്ത് ഇയാൾ അമ്മയെ മകനെ വിളിച്ച് പുറത്തെത്തി. ഈ മകത്തൊക്കെ പാടെ കണ്ടാൽ അന്തപ്പെട്ടിട്ട് കള്ളുടിയന്മാരാക്കി മാറ്റി നിർത്തിയപ്പോൾ എനിക്ക് പള്ളി ഉസ്താദ് കമ്മിറ്റിക്കാരോട് വന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് ഇയാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ബാപ്പാനെ ഈ ശരിക്കും നോക്കണം കേട്ടോ, ബാപ്പാക്ക് എനിക്ക് മാത്രം. ഇവരോട് നിസ്കരിക്കാനും പറഞ്ഞില്ല, കള്ളുടി നിർത്താനൊന്നും പറഞ്ഞില്ല ഇയാൾ. ബാപ്പാനെ ശരിക്കും നോക്കണം, അതിന്റെ കൂലി എനിക്ക് പരലോകത്ത് കിട്ടും. ബാപ്പാക്ക് ഇപ്പൊ വന്ന ഗതി എനിക്കും വരാം എനിക്കും വരാം, എപ്പോഴാ വരികയെന്നറിയില്ല. അള്ളാഹു ഇവിടെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ വേണ്ടി ദ്വാരം നടത്തുകൊണ്ട് തലയിൽ കയ്യച്ച് അനുഗ്രഹിച്ചിട്ട് ഇയാൾ പോയി. എന്താ സംഭവിച്ചറിയോ? ഈ ചെറുക്കൻ അന്ന് രാത്രി ഉറക്കം വരുന്നില്ല, ഉറങ്ങണില്ല. ഇപ്പം തന്നെ പറഞ്ഞതാ, ഉറങ്ങണില്ല. എന്താ ഈ സംഭവിച്ചത്? പിന്നെ മനസ്സാകെ പതറിയിട്ട് നിങ്ങൾക്ക് കേൾക്കണം, അത്ഭുതം തോന്നുന്നു. ഇവരോട് പള്ളിക്ക് വരാൻ പറഞ്ഞില്ല, നിസ്കരിക്കാനും പറഞ്ഞില്ല, കല്ലുടി നിർത്താനും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ നല്ല വർത്താനം പറഞ്ഞു. പിറ്റേ ദിവസത്തെ സുബഹിന്റെ ജമാഅത്തിന് ഈ ചെറുക്കം പള്ളിയിൽ, സുബഹിന്റെ ജമാഅത്ത് എന്തുവരെ നിസ്കരിക്കാൻ വരാത്ത ആള്, ജമാഅത്ത് വരാത്ത ആള് കണ്ടുടിയാൻ പള്ളിയിൽ. പിറ്റേ ദിവസം മുതൽ ലോകത്തെ മത്സരം പണിക്ക് പോണ സമയം മഗ്‌രിബിനും ഇശാക്കും സുബഹിക്കും 3 വക്തിൽ സ്ഥിരമായിട്ട് പള്ളിയിലുണ്ടാവും. കണ്ടുടി നിർത്തി നല്ലൊരു മനുഷ്യനായോ മാറി. അവരെ ജനം സ്വീകരിച്ചു. നമ്മളാണെങ്കിൽ എന്താ ഉണ്ടാവുക? ആ 1-ാമത്തെ ദിവസം സുബഹിക്കോ വരുമ്പോൾ മൃഗശാലി നേതാവ് മൃഗം ചാടി വന്നവൻ ഇങ്ങനെ നോക്കും, ആ അവനും തുടങ്ങിയോ, പിന്നെ അവനോട് വെക്കില്ല. അങ്ങനെ നോക്കുക, ഉറപ്പാണ് എല്ലാവരും അങ്ങനെ നോക്കുക. ഈ ഉസ്താദത്തെ ശരിക്കും പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ഒരു കുട്ടി അവനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ല. ആ കുടുംബം തന്നെ നന്നായി. മനുഷ്യന്മാരുടെ പെരുമാറിനനുസരിച്ച് കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു പണി നമ്മളോട് പോകുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞതറിയോ? നിങ്ങളുടെ കൂട്ടത്തിലെ പാർട്ടി പ്രവർത്തകരുണ്ടാവും. ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റോ പറ്റിയ ചേർത്ത് പിടിക്കണം. അവരെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ നിൽക്കില്ല, കടുപ്പിട്ട് പുറത്താക്കാം.
അടുപ്പിച്ച് പിടിക്കണം. നിങ്ങളൊക്കെ ഈ കാലഘട്ടമായാലും അവിടെ പ്രവർത്തിക്കുന്ന ലീഗിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ മനസ്സിലോട് ചോദിച്ചു, നിങ്ങളെ കൊണ്ട് ആരെയും ഇവിടെ ലീഗായത്? നിങ്ങളെ കൊണ്ട് ലീഗായ എത്ര ആളുണ്ടാവും ഇവിടെ? അതിലേറെ നല്ല നിങ്ങളെ കൊണ്ട് ലീഗിൽ ആരൊക്കെ പോയി എന്ന് കണ്ടുപിടിക്കാൻ. ഞാൻ കുറ്റം പറയല്ല. നമ്മുടെ ചില പ്രവർത്തനത്തിന്റെ ഫലമായി കുട്ടികൾ അകലെയാണ് പലപ്പോഴും. കുട്ടികൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്താ പൊളിറ്റിക്സ്. നമ്മുടെ വാദം ഞാൻ പറഞ്ഞു വന്നത് ഇവിടുന്നാണ്. ലുസൂമുൽ ജമാഅത്ത്, ഇത്തിബാഉ സുന്ന, ഖിറാഅത്തുൽ ഖുർആൻ, ഇമാറത്തുൽ മസ്ജിദ് എന്നതിലൊക്കെ പെട്ടു. ഈ മഹലിലെ മുഴുവൻ പരിപാലനം നമ്മുടെ കയ്യിലുമാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ കണ്ടുപിടിയന്മാരാണെങ്കിൽ അവരെ തള്ളരുത്. എന്താ ഇങ്ങനെ ആയതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെത്തിയതോടെ നന്നാക്കാൻ നോക്കണം. വലിസംഖ്യ വാങ്ങി പള്ളി പെയിന്റ് അടിച്ച് ഉസ്താദിന് ശമ്പളം കൊടുത്താൽ മാത്രം പോരാ. അതൊക്കെ നമ്മുടെ പണിയില്ലേ. അതിലെല്ലാവരും കൂടണം. അതൊക്കെ തന്നെയാണ് പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളുടെ മുന്നിലൊക്കെ വന്നു. അഞ്ചാമത്തേത് ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ പൊരുതുക. നമ്മുടെ കയ്യിൽ മോശപ്പെട്ട ഒരു പ്രവർത്തനം. നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടുത്തെ ഒരു ക്രീമാണ് ആവശ്യപ്പെട്ട ആൾക്കാരാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു വീഴ്ച വരാൻ പാടില്ല. അപ്പൊ നിങ്ങളൊരു സംഘടനയും ഒരു പാർട്ടിയുമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അത് വലിയൊരു കുറ്റം തന്നെയാണ്. വേറെ ഏതൊരു പാർട്ടിക്കാരുടെ കയ്യിൽ ഒരു കുറ്റം പ്രശ്നമില്ല. നിങ്ങൾ ഉദാഹരണം പറയാം. അപ്പൊ മുസ്ലിം ലീഗുകാരനായ കുട്ടി മദ്യപിച്ചാൽ വലിയ വിഷയം തന്നെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റാരും മദ്യപിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലോ. ഒരു കോൺഗ്രസ്സുകാരും കണ്ടുപിടിച്ചു, പ്രശ്നം എന്താ ഉണ്ടാവുക? എന്താ കാരണം? നമ്മൾക്കുണ്ടാവേണ്ട കൾച്ചറും അവരുടെ കൾച്ചറും രണ്ടാണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ ജീവിതമാണ് നയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തിനാ പിന്നെ ഈ രാഷ്ട്രീയം? ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. നമുക്കും എന്തിനാ രാഷ്ട്രീയം? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുണ്ടോ? ഇവിടെ സ്ഥാനാർത്ഥി. ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടി ജനിച്ചാൽ പഞ്ചായത്ത് പോയി രക്ഷിക്കട്ടെ. ബാപ്പ മരിച്ചാൽ പഞ്ചായത്ത് കിട്ടണ്ടേ സർട്ടിഫിക്കറ്റ്? ഒരു പേരുണ്ടാക്കിയാൽ അതിന്റെ പ്ലാൻ അവിടെ പാസ്സാകട്ടെ. അപ്പൊ ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനാണ്. അതുമായി ബന്ധപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭരണവുമായി ബന്ധപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പള്ളിക്ക് വരെ പെർമിഷൻ അവിടെ കിട്ടണം. അപ്പോൾ മക്കളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കണ്ടില്ലേ, ആകാശത്ത് നല്ലൊരു ചന്ദ്രൻ അങ്ങനെ ഉദിച്ചങ്ങ് നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരട്ടാ. ഊട്ടിത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരണ്ടേ.